ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ഹൽവയാണ് ഉണ്ടാക്കുന്നത്, കാരറ്റ് ഹൽവ. ഇത് കുറച്ച് നാളായിട്ട് എന്നോട് ഓരോരുത്തർ ചോദിച്ചിരുന്നതാണ്, പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ഇത് ഉണ്ടാക്കാൻ സാധിച്ചത്. ഇത് സാധാരണ ഹൽവ ഉണ്ടാക്കുന്നത് പോലത്തെ ബുദ്ധിമുട്ടില്ല, അത്രയും സമയമൊന്നുമില്ല, വളരെ ടേസ്റ്റിയുമാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ നമുക്ക് വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ അവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു ഹൽവയാണിത്. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എങ്ങനെയാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ കാരറ്റ്, കഴുകി തൊലി കളഞ്ഞ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്യുന്നതിൽ 2-3 കിഴുത്തയുള്ള ഉണ്ടല്ലോ, അതിൽ ഞാൻ മീഡിയം ഉള്ള കിഴുത്തയിലുള്ളതിലാണ് ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അളന്ന് വന്നപ്പോഴത്തേക്കും 2.5 കപ്പുണ്ട്. 250 ml കപ്പിനാണ് ഞാനിത് അളന്നെടുത്തിരിക്കുന്നത്. ഇത് കപ്പിൽ അളന്നെടുക്കുമ്പോൾ അമർത്തി വേണം അളന്നെടുക്കാനായിട്ട്. അങ്ങനെ 2.5 കപ്പുണ്ട്. ഇത് നട്ട്സ് 8-10 എണ്ണത്തോളം പിളർപ്പായിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് 10 എണ്ണം ചെറുതായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ 8 ബദാമും ചെറുതായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്നത്. നെയ്യ് ഇത് ഒഴിക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 കപ്പ് പഞ്ചസാര. അതായത് 250 ml കപ്പിനാണ് ഞാൻ ഇതെല്ലാം അളവെടുത്തിരിക്കുന്നത്. 1 കപ്പ് പാല്, ഇത് സാദാ പാലാണ്. നമുക്ക് ആദ്യമേ നട്ട്സ് വറുത്ത് കോരി വെക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഈ നട്ട്സ് മൂപ്പിച്ചെടുക്കാം. ഇത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കാരറ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഞാനിത് ചെറുതീയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം. ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിൽ ഈ കാരറ്റ് മയമാകുന്നത് വരെ വഴറ്റണം. ഒരു 2-3 മിനിറ്റ് എങ്കിലും ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റോളം നെയ്യിൽ തന്നെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് തിളപ്പിക്കാത്ത പാലാണ്, സാധാ കവർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തീ കൂട്ടി കൊടുക്കണം. ഈ പാലിൽ കിടന്ന് ഈ കാരറ്റ് വെന്ത് കിട്ടണം. പാലൊഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് മൂടി വെക്കാം. തീർത്ത് ലോ ഫ്ലെയിമിലാക്കണ്ട, അന്നേരത്തേനും ചിലപ്പം തിളച്ചില്ലെന്ന് വരും. അപ്പം നമുക്കിത് മൂടി വെക്കാം. ഇടയ്ക്ക് ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കാരറ്റ് വെന്ത് വരുമ്പം ഈ പാല് വറ്റി കിട്ടും. വീണ്ടും നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ ഇതൊരു 6 മിനിറ്റായി വേഗം വെച്ചിട്ട് ഇനി നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു. അപ്പം പാൽ ഏകദേശം വറ്റിയിട്ടുണ്ട്.
കാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് സാമാന്യം നല്ല മധുരമുണ്ട്. ഇനി കൂടുതൽ മധുരം വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ചിലർക്ക് ഹൽവയ്ക്കൊക്കെ ഒത്തിരി മധുരം വേണം. അങ്ങനെ അനുസരിച്ച് പഞ്ചസാര ചേർക്കണം. ഇതിലേക്ക് നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന നട്ട്സും ബദാമും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പഞ്ചസാര ചെല്ലുമ്പം കുറച്ചുകൂടെ ഒന്ന് വെള്ളമയമായി വരും. പഞ്ചസാര അരക്കുന്നതിൻ്റെയാണ്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം. ഈ പഞ്ചസാരപ്പാനി കിടന്ന് ഈ കാരറ്റ് നന്നായിട്ട് മധുരം പിടിച്ച് വറ്റി വരണം. തീ അല്പം കൂട്ടി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാൻ അവസാനം ചേർക്കാനുള്ള ഒരല്പം ഏലക്കാപ്പൊടി വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് നമ്മൾ ഇളക്കി എല്ലാത്ത സ്ഥലത്ത് ചിലപ്പം പഞ്ചസാര ഇങ്ങോട്ട് അടിയിൽ പിടിക്കും. ഇതിപ്പം വറ്റി വരുന്നു. ശരിക്കും ഇത് പാനിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പരുവമാകണം. ഇപ്പം അവിടെ ഇവിടെ പിടിക്കുന്നുണ്ടല്ലോ, ആ പരുവാകുമ്പോഴാണ് ഇത് ഓഫ് ചെയ്യേണ്ടത്. അല്പസമയം കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഈ സമയത്തൊക്കെ പഞ്ചസാര അടിക്ക് പിടിക്കുവാണെങ്കിൽ അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. എനിക്കിപ്പം നെയ്യുടെ കുറവില്ല, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാത്തത്. ഇത് ബദാം ഓപ്ഷണലാണ്. ബദാം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നട്ട്സ് ആയാലും മതി. പിന്നെ ചിലർ ഇതിൻ്റെ അകത്ത് ഇപ്പം മെലണിൻ്റെ സീഡ്സ് ഇടാറുണ്ട്. അങ്ങനെ മേടിക്കാൻ കിട്ടുന്നുണ്ട് പാക്കറ്റിൽ തന്നെ. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ മേടിച്ചിടാം. ഇത് നന്നായിട്ട് ഇങ്ങനെ വറ്റി ഉണ്ട്. പാനിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവമായി. ഇത് അവസാന സ്റ്റേജിലെത്തി. പാനിൽ നിന്ന് വിട്ട് വരുന്ന നമുക്ക് ഇനി തീ ഓഫ് ചെയ്തിട്ട് അല്പസമയം കൂടെ ഇളക്കാം. ഇത് ചെറു ചൂടോടെ കഴിക്കാനും നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും നല്ലതാണ്. ഇത് ഈ പാനിലിരുന്ന് തന്നെ അല്പം ഒന്ന് തണുക്കണം. നമുക്കിങ്ങനെ കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ കാരറ്റ് ഹൽവ കുറച്ച് തണുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിക്കൂട്ടി വെക്കാം. ഇങ്ങനെ ഒന്നിച്ച് കൂടി വരണം, അതാണ് അതിൻ്റെ പരുവം. തണുക്കുമ്പോൾ കൊണ്ടോ ഇങ്ങനെ ഇരിക്കണം. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും, ഇത് ശരിക്കും തണുത്തില്ല, അല്പം ചൂട് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നിച്ച് കൂടി വരണം, അതാണ് ഇതിൻ്റെ പരുവം, പാകം. നമ്മുടെ കാരറ്റ് ഹൽവ റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ആദ്യമേ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വറുത്ത് വെച്ചിരുന്ന നട്ട്സ് കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.